നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടുത്തു ആൻസി ഓരോ എണ്ണം അവന്റെ തലയുടെ മണ്ട പറഞ്ഞു. യുവന്മാരുടെ മാത്രമുള്ള ഈ ഗുണ്ടകളുള്ളതല്ലേ പറയുന്നത്. നമ്മുടെ ഗുണ്ടകളുള്ള നല്ല ചെറുപ്പക്കാർ 19 പേരെന്നുണ്ടാവും. കാപ്പിപ്പത്രമായിട്ട് ചുമ്മാ മറ്റേ ഈ നെഞ്ഞാമിഞ്ഞ സാധനങ്ങളല്ല പോകുന്നത്. കാപ്പിപ്പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തുള്ളൂ. ക്യാമ്പിന് പോയിരുന്ന ുമാരുടെ ബോർഡ് കാണാൻ മുനിമാർക്ക് മാത്രമല്ല ബോർഡ് കയറാൻ അറിയാവുന്നത്. കണ്ടി കണ്ട ബോർഡിലാണ് കൊണ്ട് വലിച്ച് താടിയിട്ട് ചവിട്ടി. അപ്പൊ ഇവര് അറിഞ്ഞു വന്ന 10 വരെ ഉള്ളൂ. യോഗത്തിൽ പി ടി ഈശ്വർ സാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പൊ പറഞ്ഞതേ നമ്മുടെ ഒരാളിനെ ഓടിച്ച് ഭാഗ്യം കയറ്റിയേക്കാൻ. അവനല്ല ഈ സാധനം മുട്ടിയുള്ളത് അങ്ങനെ എടുത്തിരിക്കാൻ വന്നേരം. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശുദ്ധ താരമുണ്ട്, ബിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്, മനസ്സിലായില്ലേ? അയാൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മമാര് ബ്ലൗസ് കിട്ടണം. ആദിവാസിയാണ്. പിന്നെ വകുപ്പെല്ലാം നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം. ഇടുക്കി ജില്ലയില് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആസൂത്രിതമായ നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യമായ പ്രസംഗങ്ങൾ. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ചെറുതോണിയിൽ ഒരു യോഗത്തിൽ ധീരരി രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കൊലയാളിയായ നിഖിൽ പൈലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് CPMന്റെ നേതാക്കന്മാരുടെ വിശിഷ്ട CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കാര്യം കയ്യും തല്ലുപിടിക്കേണ്ടി വന്നാൽ തല്ലുപിടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് CP മാത്യു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കലാപാഹ്വാനം നടത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയതിൻ്റെ വിശദാംശമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാപ്പി വടി തയ്യാറാക്കി വെക്കണമെന്നും വരുന്നവരെ കൈകാര്യം ചെയ്യണമെന്നും അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റായ ആൻസി തോമസ് തനിക്കെതിരായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ ചെവിക്കല്ലിനടിക്കുകയും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറുമായ പ്രഭാ തങ്കത്തിനെ വിളിച്ച് തള്ളുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായി. ഇതിനെയെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് കേസിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കൂടെ പട്ടികവർഗ വിഭാഗത്തിലുള്ള പെൺകുട്ടികളുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അവരോട് ബ്ലൗസ് പരസ്യമായി വലിച്ചു കീറി അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും മ്ലേച്ഛവും അതുപോലെ തന്നെ സാംസ്കാരിക ശൂന്യമായ പ്രതിപ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏത് വിധേനെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ജില്ലയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അനുഭവമുള്ള ജനങ്ങൾ ഈ ഗവൺമെൻറ് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുകയും ചെയ്യുകയാണ്. ഇടുക്കി അസംബ്ലി മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഏത് വിധത്തിലുള്ള ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന ഉദാഹരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, കള്ളപ്രചാരവേല സംഘടിപ്പിക്കുക. അങ്ങനെ കള്ളപ്രചാരവേല ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുക, ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ നടത്തുക, കലാപാഹ്വാനം നടത്തിക്കൊണ്ട് ആ കലാപാഹ്വാനം പരസ്യമായി പ്രതികരണം നടത്തുക. ഇത്തരം നിലപാടുകൾ നമ്മുടെ നാടിന് ഭൂഷണമാണോ എന്ന് ആലോചിക്കുന്നു. മുഖ്യമന്ത്രി കസേര ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ അതിൻ്റെ 7 അയലക്കത്ത് പോലും എത്താത്ത സന്ദർഭത്തിലാണ് തങ്ങൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നുവെന്നും ഇനി അധികാരമെല്ലാം തങ്ങളുടെ കൈവശമാണെന്നും അതുകൊണ്ട് അധികാരത്തിൻ്റെ അഹങ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയുള്ള നിലപാട് തങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെയും അക്രമ സ്വഭാവത്തിൻ്റെ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന ഉദാഹരണമാണ്. ഒരാളല്ല, സംഘടിതമായി പറയുകയാണ്. സംഘടിതമായി കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപാഹ്വാനത്തെ സമചിത്തതയോടും അങ്ങേയറ്റം വിവേകപൂർവമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പൊതുസമൂഹം ഇത്തരം നിലപാടുകൾ ശരിയാണോ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം എന്ന അഭിപ്രായമാണ് CPMനുള്ളത്.